രാജു അബ്രഹാം, ഇത് തോട്ടപ്പള്ളിയുടെയോ കുട്ടനാടിൻ്റെയോ മാത്രം പ്രശ്നമല്ല. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, വീണ്ടും അതിതീവ്ര മഴ വരാൻ പോകുന്നു, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ തോട്ടപ്പള്ളിയിലെ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോഴും 100-150 മീറ്ററിൽ മാത്രമാണ് ആ പൊഴി മുറിച്ചിരിക്കുന്നത്. 300-350 മീറ്റർ വീതിയിൽ ആ പൊഴി മുറിച്ചാൽ മാത്രമേ കിഴക്കൻ വെള്ളം കടലിൽ പോവുകയുള്ളൂ, വേഗത്തിൽ പോവുകയുള്ളൂ. പോയില്ല എങ്കിൽ കുട്ടനാട് മാത്രമല്ല, അത് കോട്ടയം ജില്ലയെ ബാധിക്കും, അത് പത്തനംതിട്ട ജില്ലയെ ബാധിക്കും. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ജില്ലകളെയും കുട്ടനാടിനെ പോലെ തന്നെ വലിയ തോതിൽ വെള്ളത്തിലാക്കിയത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാത്തിടത്തോളം കാലം, അതിവേഗത്തിൽ സർക്കാർ ഇടപെടാത്തിടത്തോളം കാലം ഇനിയും കനത്ത മഴയുണ്ടായാൽ ഈ ക്രൈസിസ് മാറില്ലല്ലോ. അത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചായാലും കോട്ടയത്തെ സംബന്ധിച്ചായാലും കുട്ടനാടിനെ പോലെ തന്നെ. നേരത്തെ 1-ാം തീയതി 31-ാം തീയതി രാത്രിയാണ് നമുക്ക് ഈ തീവ്രമഴ ഉണ്ടാകുന്നത്. 1-ാം തീയതി മഴ കുറയാൻ തുടങ്ങി. 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി 5 ദിവസം ഈ പറയുന്ന കാര്യമായ മഴ ഇല്ല. പക്ഷേ വെള്ളം താണില്ല. വെള്ളം പരമാവധി താണത് 2 അടിയാണ്. ഈ തിരുവല്ല ഭാഗങ്ങളിൽ 2 അടി വെള്ളമേ താണിട്ടുള്ളൂ. റാന്നി ഭാഗത്ത് വരുമ്പം അതൊരു 4-5 അടിയായിട്ട് താണിട്ടുണ്ട്. അപ്പം 2 അടി മാത്രം ആ പ്രതിഭാസമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് താഴണമെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കണം. തോട്ടപ്പള്ളി സ്പിൽവേ ഇവിടെ LDF കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുറന്നു. അന്ന് തുറന്നപ്പോൾ അന്ന് UDF കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉയർത്തിയ വാദഗതി എന്താ? അവിടുന്ന് തുറക്കാൻ പാടില്ല, അവിടെ മണൽ മാറ്റാൻ പാടില്ല, ക്രമക്കേട്. ഇപ്പോൾ പറഞ്ഞല്ലോ, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൽ ക്രമക്കേട് ഉന്നയിച്ച ആശാന്മാരാണ് ഇവർ. എന്തൊരു മനസാക്ഷിയാണ് സത്യത്തിൽ. ഒരു മനസാക്ഷി ഉണ്ടോ ഇക്കാര്യത്തിൽ? പക്ഷേ ആ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചു. എത്ര നുണപ്രചരണം നടത്തി, എല്ലാ മാധ്യമ വിചാരണ നടത്തി, അതിനെല്ലാം അതിജീവിച്ചു. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ മെയിൻ്റനൻസ് നടത്താതിരുന്നത് ഈ നാടിനോട് കാണിച്ച ഇത്ര ഒരു ദേശദ്രോഹമായ നടപടിയാണ്. ചെയ്യരുതങ്ങനെ. ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമല്ലേ? ആരെങ്കിലും ചെയ്യുമോ? കുട്ടനാട് മുങ്ങി. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ആ കുട്ടനാട് MLA പറഞ്ഞു, ഈ കുട്ടനാട് MLA നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഈ കുട്ടനാട് MLAയും അതുപോലെ തന്നെ കുട്ടനാട് MLA അവിടെ ചെന്നപ്പോൾ തെറി പറഞ്ഞ G. സുധാകരൻ MLA ഈ 2 ആളുകൾ ഇതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇങ്ങനെ കാണിക്കാമോ? മഹാ അപരാധമല്ലേ ചെയ്തത്? എത്രായിരം കോടിയുടെ നഷ്ടം, എത്ര കോടി, കോടാനുകോടികളുടെ നഷ്ടമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കാരണം. ഇല്ലെങ്കിൽ 5 ദിവസത്തിന് മുമ്പ് 2-ാം തീയതിയോടുകൂടി ഒഴിഞ്ഞു പോകേണ്ട വെള്ളം, ഇനി പോട്ടെ 3-ാം തീയതി ഞാൻ ഒരു ദിവസം ഇളവ് തരുന്നു, 3-ാം തീയതിയോട് ഒഴിഞ്ഞു പോകേണ്ട വെള്ളം ഒഴിപ്പോകാതെ 3 ജില്ലകളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഈ സർക്കാരാണ് അതിൻ്റെ 1-ാം പ്രതി. ഉത്തരവാദിത്തത്തിൽ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ശരി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അതാണ് ഞാൻ ഇന്നലെ TV-ക്കകത്ത് ഞാൻ കണ്ടു. കൈരളി വളരെ മനോഹരമായി ഇന്നത്തെ പൊസിഷൻ കൊടുത്തു. 2 JCB അവിടെ വന്ന് കിടക്കുകയാണ്. ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൊഴിലാളികൾ, ആ പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഒരു കമ്പിട്ട് ഇങ്ങനെ കമ്പിട്ട് മാറ്റുക, മുഴുവൻ വേസ്റ്റും വന്നു. കാരണം മഴ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വാർഡുകളിൽ 25,000 രൂപ എല്ലാ വർഷവും കൊടുത്ത് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് മുഴുവൻ മാറ്റും. ക്ലീൻ കേരള കമ്പനി അത് കൊണ്ടുപോകും. എവിടെ 25,000 രൂപ കൊടുക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 100 കണക്കിന് ടൺ മാലിന്യം ആ തോട്ടപ്പള്ളി വന്ന് അടിച്ചിരിക്കുകയാണ്. ഈ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന 2-3 ജില്ലകളിലെ മുഴുവൻ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ആ തോട്ടപ്പള്ളി വന്ന് അടിച്ചിരിക്കുകയാണ്. വെള്ളം പോവില്ല, അതൊരു മറ്റൊരു അണക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അത് എന്താ ഒരു സർക്കാരിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ പരാജയത്തിൻ്റെ മുഖമാണ് നമ്മളിന്ന് അവിടെ കാണുന്നത്. ഞങ്ങൾ ആക്ഷേപിക്കുകയൊന്നുമല്ല, ഇങ്ങനെ ചെയ്യരുത്. ഒരു നാടിനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നാടിനോട് കാണിച്ച മഹാ അപരാധമാണ് ഈ കാണുന്നത്. 3 ജില്ലകളെ മുക്കിയില്ലേ?